ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു സ്മാർട്ട് ബുക്ക് കവറാണ്. നമ്മുടെ സാംസങ് ഗാലക്സി ടാബ് S9-നും S9 FEക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബുക്ക് കവറാണ്. മാഗ്നറ്റിക് ബുക്ക് കവറാണ്. മാഗ്നറ്റിക് കേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ആക്ച്വലി S9-ന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് വൈറ്റ് കളറാണ്. നമുക്ക് ആക്ച്വലി വൈറ്റ് കളർ അവൈലബിൾ ആണ്, ബ്ലാക്ക് അവൈലബിൾ ആണ്. ഞാൻ വൈറ്റാണ് വാങ്ങിച്ചത്. ആമസോണിലാണ് നമുക്ക് അവൈലബിൾ. അതിന് MRP കുറച്ച് കത്തിയാണ് കേട്ടോ. പ്രൈസ് ഒക്കെ 7,000 രൂപയൊക്കെ സാംസങ്ങിൻ്റെ സൈറ്റിൽ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആമസോണിൽ ഒരു 1,500 രൂപയൊക്കെ ഡിസ്കൗണ്ട് ആയിട്ട് ഒരു 5,500-നൊക്കെ റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. സെപ്റ്റംബർ 2025-ലാണ് മാനുഫാക്ചറിങ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം കുറച്ച് ഹെഫ്റ്റാണ് കേട്ടോ. കുറച്ച് വെയിറ്റ് ഉണ്ട്, പക്ഷേ അത്രയും ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ വെയിറ്റ് വരുന്നുണ്ട്. നമുക്കിത് 2 പീസായിട്ടാണ് കിട്ടുന്നത്. ഇതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. ഞാൻ അത് ഓപ്പൺ ചെയ്ത് ഞാൻ ആക്ച്വലി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ പ്യുവർ വൈറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എൻ്റെ ഗ്രേ കളറായിരുന്നു എൻ്റെ ടാബ്. അപ്പം ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണ് വൈറ്റ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത്. വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു ചട്ട സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കുറച്ച് ബുക്ക്ലെറ്റ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡിൽ കാണാൻ കണ്ടു. അതിൽ ജസ്റ്റ് അവരൊരു ചെറിയൊരു ബുക്ക്ലെറ്റ്, ഒരു പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ അങ്ങനൊരു പേപ്പറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു യൂസർ ഗൈഡ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേണ്ട. പിന്നെ കുറേ ഞാൻ പറഞ്ഞല്ലോ 2 പാർട്ടായിട്ടാണ്. ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും പാർട്ട് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ബാക്ക് വേണം മാത്രമായിട്ട് മതി എന്ന് വെച്ചാൽ അതായിട്ട് ഉപയോഗിക്കാം. ഫ്രണ്ട് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതായിട്ട് ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ ഓൾറെഡി എൻ്റെ ടാബിൽ വെച്ചിട്ട് ഞാൻ ഉപയോഗിച്ചു തുടങ്ങി. ഇവിടെ നമുക്ക് നമ്മുടെ പെന്ന് വയ്ക്കാനുള്ള സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പെന്നോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാഗ്നറ്റിക്കലി അറ്റാച്ച് ആയിക്കോളും. ഇവിടെ ആയാലും നമുക്ക് ഫ്രണ്ട് ആയാലും നമുക്ക് മാഗ്നറ്റിക്കലി അറ്റാച്ച് ആകും. ഇത് സുഖമുണ്ട്. ഇങ്ങനെ പൊന്തിച്ച് തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓൺ ഹൗസ് ടാബ്. ഇതും മാഗ്നറ്റിക്കാണ്. അവിടെ നമുക്കൊരു ഫിനിഷൊക്കെ വരുന്നുണ്ട്. കണ്ടു, മാഗ്നറ്റ് സംഭവം. അപ്പോൾ ഇത് 2 അത്യാവശ്യം കുറച്ച് ഹെവി തന്നെയാണ് കേട്ടോ. ടാബിനായിട്ടും കുറച്ചുകൂടി വെയിറ്റ് കൂടുന്നുണ്ട്. 100-200 ഗ്രാമൊക്കെ വെയിറ്റ് കൂടുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. മാഗ്നറ്റിക് പവറൊക്കെ സൂപ്പറാണ് കണ്ടോ. ഇത്രേ ഉള്ളൂ നമ്മോട്. നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഫ്രണ്ടിലത്തെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിത്തില്ല. ബാക്കിലത്തെ ഇഷ്ടപ്പെട്ടുണ്ടോ. ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഈ സാധനത്തിനുണ്ട്. പക്ഷേ പ്രൊട്ടക്ഷനൊക്കെ സൈഡ് പ്രൊട്ടക്ഷനോ സംഭവങ്ങളൊന്നും ഇല്ല കണ്ടു. നമുക്ക് ഇതൊന്നും പ്രൊട്ടക്ഷനൊന്നും ആവുന്നില്ല. പക്ഷേ ഈ സാധനം ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതിന് സ്റ്റാൻഡ് ഉണ്ട് കണ്ടു. ഇതൊരു വെറൈറ്റി സ്റ്റാൻഡ് പോലത്തെ സ്റ്റാൻഡാണ്. ഇത് ഇവിടെ നമുക്ക് ഇങ്ങനെ പൊന്തിക്കാൻ കണ്ടു. ഇതിങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ ആ സാധനം അവിടെ അങ്ങനെ ഇതായിക്കോളും. ഇതിങ്ങനെ സ്റ്റാൻഡായിട്ട് വെക്കാൻ കണ്ടു. ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം. പോർട്രേറ്റ് ആയാലും ലാൻഡ്സ്കേപ്പ് ആയാലും വെക്കാം. അങ്ങനെ പോകുന്നുണ്ട്. നല്ല മാഗ്നറ്റിക് വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കാരണം തോന്നുന്നുണ്ട് ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഈ സാധനം ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് ഇത്രേ ഉള്ളൂ. ഇത് ഫുൾ മാഗ്നറ്റിക് ആണ് കേട്ടോ. വേറെ ഒന്നുമില്ല. അത്യാവശ്യം നല്ല മാഗ്നറ്റിക് ആണ്. ഇത്രേ ഉള്ളൂ. കണ്ടു. ഇതിപ്പോൾ എൻ്റെ ടാബ് മാത്രം. ഇത് ഗ്രേ കളർ എന്നത് കാരണം ഞാൻ ഈ കളർ എടുത്തത്. പക്ഷേ ഇത് ഭയങ്കര കുറച്ച് പ്യൂർ വൈറ്റ് ആണ് കേട്ടോ. ചളിയാവാൻ ചാൻസ് കൊടുത്തില്ല. ജസ്റ്റ് നമ്മുടെ അലൈൻ ചെയ്തിട്ട് ഇത് വെച്ചാൽ മതി. വെറുതെ തന്നെ വെച്ച് കൊടുത്താൽ മതി. അത് അവിടെ പറ്റി പിടിച്ചോളും മാഗ്നറ്റിക്കലി. അപ്പോൾ ഒരു നല്ല സംഭവം തന്നെയാണ്. ഇതായാലും നമുക്ക് നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ നമ്മുടെ ടാബ് S9 സീരീസിൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു സ്ലോട്ടുകളുണ്ട് കേട്ടോ. ആ ഡോട്ടിലേക്ക് കയറാനുള്ള സ്ലോട്ടുകളുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ട് കേസായാലും നമുക്ക് ഇവിടെ അതുപോലെ സംഭവമുണ്ട്. ഇത് S9 ആയാലും S9 FE ആയാലും രണ്ടും പറ്റൂട്ടാ. ഓട്ടോമാറ്റിക് കയറിക്കോളും കണ്ടു. അത്രേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ ബ്ലാക്ക് ആയിരിക്കും ഞാൻ കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഈ സാധനം നല്ല പ്യുവർ വൈറ്റ് ആണ്. അപ്പോൾ കുറച്ചും കൂടി ഏതായാലും ക്ലീൻ ചെയ്ത സംഭവങ്ങളൊക്കെ വേണ്ടി വരും. സാംസങ്ങിൻ്റെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഭയങ്കര സട്ടിലായിട്ടുള്ള ബ്രാൻഡിങ് ആണ്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി കിടിലാണ്, അത് പറയാനില്ല. പക്ഷേ വെയിറ്റ് ഉണ്ട്. അങ്ങനെ ഒരു കുഴപ്പം ഞാൻ ഫേസ് ചെയ്തു. വേറെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ സ്മാർട്ട് ബുക്ക് കവർ. നിങ്ങളൊരു സാംസങ് S9 ടാബുകൾക്ക്, S9 FE ടാബുകൾക്ക് ഒരു ഇടിവെട്ട് സ്മാർട്ട് ഒരു കേസോ കവറോ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ കേസ് തന്നെയാണ്. പക്ഷേ വേറെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ പറ്റില്ല. അതാണ് കുഴപ്പം. അല്ലെങ്കിൽ കിടിലൻ സാധനമാണ്. നിങ്ങൾക്കിത് ഇങ്ങനെ ഉപയോഗിക്കാം. വേണമെങ്കിൽ ഈ സാധനം വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഈ സാധനം ഇങ്ങനെ വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നോളൂ സാധനം. അതുകൊണ്ട് ഇഷ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് കറക്റ്റ് ബുക്ക് പോലെ ഉപയോഗിക്കാം. ഉണ്ടോ, ഇഷ്യമൊന്നുമില്ല. കറക്റ്റാണ്. പിന്നെ S Pen വെക്കാനുള്ള സംഭവമുണ്ട് ഇവിടെ. S Pen നല്ല പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ക്യാമറ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്.
ഈ സൈഡൊക്കെ പൊന്തിട്ട് തന്നെയാണ് കണ്ടു. നമ്മുടെ ഇത് വെച്ച് കഴിഞ്ഞാൽ തട്ടൊന്നുമില്ല, പക്ഷെ വീണ് കഴിഞ്ഞാലൊക്കെ ഇടിച്ച് വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണത്തിൽ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്മിലിക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ GHH കാണത്തിൽ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. നമ്മുടെ വെബ്സൈറ്റ് JMG.bank support സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കേട്ടോ. നോക്കാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.